ബാക്ക് ടു അവർ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം തന്നെയല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മുടെ കഴുത്തിന് ചുറ്റുമുള്ള ഹൈപ്പർ പിഗ്മെന്റേഷൻസ് എങ്ങനെ ഒറ്റ യൂസ് തന്നെ ഒരു നല്ല ഡ്രാസ്റ്റിക് ചേഞ്ച് വരുന്ന രീതിയിൽ റിമൂവ് ചെയ്യാം എന്നുള്ളൊരു വീഡിയോ ആണ്. ഒറ്റ ദിവസം കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് മാറില്ല, പക്ഷേ ഒരു 3 to 4 days കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല ചേഞ്ച് വരുന്ന രീതിയിൽ നമുക്ക് മാറ്റാം. അപ്പോൾ ആ ഒരു വീഡിയോയിലേക്ക് നമുക്ക് ഒട്ടും താമസിക്കാതെ സ്റ്റാർട്ട് ചെയ്യാം. അതിനു മുമ്പ് എൻ്റെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ആയിട്ട് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്ക്രബ് ആട്ടോ. അപ്പോൾ സ്ക്രബിന് വേണ്ടി നമ്മൾ ഹെയർ നല്ലപോലെ പൊക്കി കെട്ടി വെച്ചു. അപ്പോൾ ഇതിന് വേണ്ടത് ഉപ്പാണ്. കല്ലുപ്പ് പൊടിച്ചതാണ് വേണ്ടത്. ഇപ്പോൾ കല്ലുപ്പ് നമ്മൾ നേരിട്ട് സ്ക്രബ് ചെയ്യാൻ ഉപയോഗിക്കുകയാണെങ്കിൽ സ്കിന്നിൽ റാഷസ് ഉണ്ടാവും. അതുകൊണ്ട് കല്ലുപ്പ് നല്ലപോലെ പൊടിച്ചെടുക്കുക. അപ്പം കല്ലുപ്പില്ലാത്തവർ നിങ്ങൾ സാധാ വീട്ടിലുള്ള ഉപ്പെടുത്താൽ മതി. അപ്പോൾ കല്ലുപ്പ് നല്ലപോലെ പൊടിച്ചതിനകത്ത് ഞാൻ ഒരു അരമുറി നാരങ്ങ സ്ക്വീസ് ചെയ്ത് ഒഴിച്ചു. എന്നിട്ട് നമ്മൾ കഴുത്തിൽ നല്ലപോലെ സ്ക്രബ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ സ്ക്രബ് ചെയ്യുന്നത് വഴി നമ്മുടെ ഡെഡ് സ്കിൻസ് റിമൂവ് ആകും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സ്ക്രബ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു നാരങ്ങയും ഉപ്പും കൂടെയുള്ള സ്ക്രബ് എന്ന് പറയുന്നത് വളരെ മിറാക്കിളായിരിക്കും നമ്മുടെ സ്കിന്നിൽ ഉണ്ടാക്കുക. ഇതൊരിക്കലും ഫേസിൽ അപ്ലൈ ചെയ്യരുത്, കാരണം നമ്മുടെ ഫേസിലാണെങ്കിൽ കുറച്ച് റാഷസ് ഉണ്ടാക്കും ഉപ്പായതുകൊണ്ട്. അല്ലെങ്കിൽ അത്ര ഹാർഷായിട്ട് തേക്കാതിരുന്ന കുഴപ്പമില്ലായിരിക്കും, പക്ഷെ ഞാൻ ഫേസിൽ റെക്കമെൻഡ് ചെയ്യില്ല. അപ്പോൾ നമ്മൾ നല്ല സർക്കുലർ മോഷനിൽ നല്ലപോലെ സ്ക്രബ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ഡബിൾ ചിൻ ഉള്ളവർ എപ്പോഴും ഇങ്ങനെ അപ്വേർഡായിട്ട് മസാജ് ചെയ്യാവുള്ളൂ കേട്ടോ. പിന്നെ ഞാൻ ആ ബാക്കി വന്ന നാരങ്ങയുടെ ആ ഒരു തൊണ്ടെടുത്തിട്ട് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുകയാണ്, ആ ബാക്കിയുള്ള നാരങ്ങ നീരങ്ങ എടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ടൊരു 10 മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യാം. ഇനി 10 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം നമ്മളൊരു നനഞ്ഞ തോർത്തെടുത്തിട്ട് അത് തുടച്ച് കളയുക. നമ്മൾ ഹാർഷായിട്ട് ചെയ്യരുത്, നമ്മുടെ കഴുത്തിലൊന്നും പാടൊന്നും വരാൻ പാടില്ല. അപ്പം നമ്മൾ നല്ലപോലെ തുടച്ച് കളഞ്ഞു. ഇനി ഒരു പാക്ക് നമ്മൾ അപ്ലൈ ചെയ്യാണ്. ഈ ഒരു പാക്കിന് വേണ്ടത് പച്ചരിയില്ലേ, അത് ഉണക്കാതെ വറക്കാതെ പൊടിച്ചെടുത്തതാണ് മിക്സിയിൽ. സാധാ അരിപ്പൊടി കടയിൽ നിന്ന് വാങ്ങിച്ചതല്ല, പച്ചരി പൊടിച്ചെടുത്തതാണ്. അതിലേക്ക് 1 ടീസ്പൂൺ മുൾട്ടാണി മിട്ടി, പിന്നെ കുറച്ച് പാല്. ഈ പാല് യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്ന് നല്ലപോലെ മോയ്സ്ചർ ആവാൻ വേണ്ടിയിട്ടാണ്. കാരണം നമ്മൾ സ്ക്രബൊക്കെ ചെയ്തതല്ലേ. അപ്പോൾ 2 ടേബിൾ സ്പൂൺ പച്ചരി പൊടിച്ചത്, 1 ടേബിൾ സ്പൂൺ മുൾട്ടാണി മിട്ടി, കുറച്ച് പാല്, അത് മിക്സ് ചെയ്യാനുള്ള പാല്. അപ്പോൾ ഇത് 3ഉം കൂടെ നമ്മൾ മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യാണ്. ഞാൻ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബ്രഷാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് കൈ വെച്ചിട്ട് അപ്ലൈ ചെയ്താലും മതി. അപ്പോൾ ഞാൻ ആ ഒരു ടോപ്പിലാവാതിരിക്കാൻ വേണ്ടിയിട്ട് ബ്രഷ് യൂസ് ചെയ്തതേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു പാക്ക് നമ്മൾ എന്തിനാണ് ഇടുന്നത്? നമ്മൾ ഡെഡ് സ്കിൻസ് ഒക്കെ റിമൂവായി നമ്മുടെ കഴുത്തിൽ. ഇനി നമ്മൾ ആ ഒരു ഏരിയ, നമുക്ക് എവിടെയാണോ കറുത്ത പാടുള്ള ആ ഒരു ഏരിയയുടെ ആ സ്കിന്നിനെ ബ്രൈറ്റനിങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സ്ക്രബ് യൂസ് ചെയ്തപ്പോൾ തന്നെ ആ ഒരു ഡെഡ് സ്കിൻസ് ഒക്കെ ഓൾമോസ്റ്റ് എല്ലാം റിമൂവായി. ഇനി ആ ഒരു ഭാഗത്ത് സ്കിന്ന് നമുക്ക് ബ്രൈറ്റനിങ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പാക്ക് നല്ലപോലെ അപ്ലൈ ചെയ്യുന്നത്. മാക്സിമം തിക്കായിട്ട് അപ്ലൈ ചെയ്യാൻ നോക്കുക. ഇപ്പോൾ കഴുത്തിലെ സ്കിൻ എന്ന് പറയുമ്പോൾ ഫേസിലെ സ്കിന്നിനേക്കാളും കുറച്ചുകൂടെ തിക്കായിരിക്കും. അപ്പോൾ അവിടെ നമുക്ക് നല്ലപോലെ എഫക്റ്റീവ് ആവുന്ന രീതിയിൽ വേണം പാക്ക് ഇടാൻ. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞ് ഞാനത് കഴുകിക്കളഞ്ഞു. 10 മിനിറ്റാണ് ഞാനൊരു പാക്ക് ഇട്ട് വെച്ചത്. നമ്മുടെ കഴുത്തിൽ 10 മിനിറ്റാണ് ഇട്ട് വെച്ചത്. അങ്ങനെ 10 മിനിറ്റ് ഇട്ട് വെച്ചു. ഇനി നമ്മൾ എപ്പോഴും ഒരു പാക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യില്ലേ, അപ്പോൾ അതിന് വേണ്ടി നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ഒരു നാച്ചുറൽ മോയ്സ്ചറൈസർ ആയിട്ടുള്ള അലോവേറ ജെല്ലാണ്. കടയിൽ നിന്ന് വാങ്ങിച്ചാൽ നമ്മുടെ വീട്ടുമുറ്റത്തുണ്ടായ അലോവേറ ജെല്ലാണ്, നാച്ചുറൽ അലോവേറ ജെൽ. അത് അപ്ലൈ ചെയ്യാം. പിന്നെ അറിയാമല്ലോ, ഹൈപ്പർ പിഗ്മെൻറ്റേഷനൊക്കെ നല്ലത് തന്നെയാണ് അലോവേറ ജെല്ല്. അപ്പം ഇത് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പം നിങ്ങൾക്ക് ഒരു പാക്ക് ഇട്ടതിന് ശേഷം ഉണ്ടായിരിക്കുന്ന ഒരു മാറ്റം കാണാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു സ്ക്രബും പാക്കും പിന്നെ ലാസ്റ്റ് നമ്മൾ തേക്കുന്ന അലോവേറ ജെല്ലും ഒട്ടും തന്നെ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഒരു 4 days കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ഡ്രാസ്റ്റിക് ചേഞ്ച് ഉണ്ടാവും. കാക്കയുടെ ശബ്ദം കേൾക്കുന്നുണ്ട്, അത് ഒന്ന് എക്സ്ക്യൂസ് ചെയ്യണം കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എന്താ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സ് റിലേറ്റീവ്സ് ഒക്കെ ആയിട്ട് ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത ഒരു അടിപൊളിയായിട്ട് വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.